നോമ്പുതുറ വിഭവങ്ങൾ വിൽക്കുന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അക്കൂട്ടത്തിൽ ചില കുട്ടിക്കച്ചവടക്കാരുമുണ്ട്. കോഴിക്കോട് പുത്തൂർ മഠത്തെ കുട്ടിക്കച്ചവടക്കാരെ പരിചയപ്പെടാം. ഉച്ച കഴിഞ്ഞാൽ ഷാദിയും സഹോദരി ഹാദിയയും തിരക്കിലായിരിക്കും. നോമ്പുതുറ വിഭവങ്ങൾ വിൽപ്പന നടത്താനുള്ള തിരക്ക്. സമൂസ, കട്ട്ലറ്റ് തുടങ്ങിയ പലഹാരങ്ങളുമായി കുടയും ചൂടി ആവശ്യക്കാരെ കാത്തുള്ള ഇരിപ്പ്. പുത്തൂർ മഠം AM UP സ്കൂളിലെ 5ാം ക്ലാസ്സുകാരനാണ് ഷാദി. നമ്മൾ സ്കൂൾ 4:30 വിടല്. അപ്പോൾ നമ്മൾ 4:50 ആകുമ്പോൾ ഇരിക്കല്. നോമ്പിന് പരീക്ഷ ആയിക്കൊണ്ട് പോകാൻ കഴിയുമല്ലോ, അപ്പോൾ അങ്ങനെ നേരത്തെ തുടങ്ങിയ. 2ാം ക്ലാസ്സിലാണ് ഹാദിയ പഠിക്കുന്നത്. കട്ട്ലേറ്റ്, സമൂസ, ഇടയ്ക്കിടയ്ക്ക് ഉന്നക്കായ അങ്ങനത്തെ കേൾക്കും. 10, 15 അങ്ങനെ ആ 2 വിലക്കുള്ളത്. ഒഴിവു സമയം വെറുതെ കളയാതെ സമ്പാദ്യമാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ. ആവശ്യക്കാരും ഏറെയുണ്ട്. ഈ കുഞ്ഞു കുട്ടികൾ ഇവിടെ വിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ആണ്. പിന്നെ മക്കൾ ഇവിടുന്ന് തീരുമ്പോൾ അപ്പം തന്നെ പാത്രവും കൊണ്ട് പോണ കാണാം. അപ്പോൾ ചൂടുള്ള സാധനമാണ് നമുക്ക് കൊണ്ടുതരുന്നത്. കുട്ടികളുടെ പ്രോത്സാഹനം, നോമ്പ് ഈ വെയിലുകൊണ്ടിട്ട് നിങ്ങൾ ഇത് വെച്ച് ചെയ്യണ്ടല്ലോ, അതിനൊരു അഭിമാനമാണ്. കുറെ പിടിച്ചിട്ട് നോമ്പ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യണത്. പുത്തൂർ മഠം സ്വദേശികളായ യൂസുഫ്, താഹിറ ദമ്പതികളുടെ മക്കളാണ് ഇരുവരും. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് രക്ഷിതാക്കളാണ് പലഹാരങ്ങൾ തയ്യാറാക്കി നൽകുന്നത്. മഗ്‌രിബ് ബാങ്കിന് ഏറെ മുമ്പ് തന്നെ പലഹാരങ്ങൾ തീരും. പിന്നീട് കുഞ്ഞു സമ്പാദ്യവുമായി മടക്കം. ഇതാണ് ഇവരുടെ പതിവ്. കോഴിക്കോട് നിന്ന് മനു ദാമോദരനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.